പട്ടയ വിഷയത്തിൽ ഇടുക്കി കല്ലാർകുട്ടിയിൽ പട്ടയ അവകാശ സംരക്ഷണ സമിതിയുടെ പ്രതിഷേധം നടന്നു. പട്ടയ അവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കർഷകർ കല്ലാർകുട്ടി ഡാം ഉപരോധിച്ചു. പോലീസുമായി നേരിയ തോതിൽ സമരക്കാരുടെ ഉന്തും തള്ളുമുണ്ടായി. സമരക്കാർ പിന്നീട് ദേശീയപാതയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ഡാം ഉപരോധത്തിന് ശേഷം കർഷക സമ്മേളനവും നടന്നു. കല്ലാർകുട്ടി ജലാശയത്തിന്റെ സമീപ മേഖലകളിൽ താമസിക്കുന്ന കുടുംബങ്ങളുടെ പട്ടയത്തിനായുള്ള കാത്തിരിപ്പ് നീളുകയാണ്. നിരന്തരം ആവശ്യമുന്നയിച്ചിട്ടും പട്ടയമെന്ന തങ്ങളുടെ ആവശ്യത്തോട് ബന്ധപ്പെട്ടവർ മുഖം തിരിക്കുന്നുവെന്നാണ് കല്ലാർകുട്ടി നിവാസികളുടെ ആക്ഷേപം. പ്രദേശവാസികളുടെ പട്ടയമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെങ്കിലും ആവശ്യം ഫലപ്രാപ്തിയിലെത്താത്തതിൽ കുടുംബങ്ങൾക്ക് വലിയ നിരാശയുണ്ട്. ഈ സാഹചര്യത്തിലാണ് പട്ടയ വിഷയത്തിൽ വീണ്ടും കല്ലാർകുട്ടി പട്ടയാവകാശ സംരക്ഷണ വേദി സമരരംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. സമിതിയുടെ നേതൃത്വത്തിൽ കല്ലാർകുട്ടി ഡാം ഉപരോധിച്ചു. കല്ലാർകുട്ടി റേഷൻ കട സിറ്റിൽ നിന്നും പ്രകടനമായി എത്തിയ പ്രതിഷേധക്കാർ ഡാം ടോപ്പിന് മുകളിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു. ഇത് പോലീസ് തടഞ്ഞതോടെ നേരിയ തോതിൽ ഉന്തും തള്ളുമുണ്ടായി. തുടർന്ന് കർഷകർ അടിമാലിക്കുമളി ദേശീയപാതയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ഉപരോധ സമരത്തിന് ശേഷം കല്ലാർകുട്ടി ടൗണിൽ കർഷക സമ്മേളനം നടന്നു. കല്ലാർകുട്ടി പട്ടയാവകാശ സംരക്ഷണ വേദി മുഖ്യ രക്ഷാധികാരി ഫാദർ മാത്യു വളവനാൽ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. പട്ടയാവകാശ സംരക്ഷണ വേദി ചെയർമാൻ പി വി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. സമിതി ജനറൽ കൺവീനർ ജെയിംസ് യോഹന്നാൻ, ട്രഷറർ സാജുസ് കറിയ, കൺവീനർമാരായ സെബാസ്റ്റ്യൻ ജോസഫ്, പി എസ് ജോർജ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ ആളുകളും നിരവധി കർഷകരും സമ്മേളനത്തിൽ സംബന്ധിച്ചു. കല്ലാർകുട്ടി അണക്കെട്ടിന്റെ ഇരുകരകളിലുമായി വെള്ളത്തൂവൽ, കൊന്നത്തടി പഞ്ചായത്തുകളിൽ അധിവസിക്കുന്ന 3500-ലധികം കുടുംബങ്ങളാണ് പട്ടയത്തിനായി കാത്തിരിക്കുന്നത്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.